ഞാനും കൊച്ചാട്ടനും ഇക്കായും ഇന്ന് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് സയന്റിസ്റ്റ് ഗോസിനെ പറ്റിയാണ്. കൊച്ചാട്ടാ, നമ്മൾ ആ ഗോസിന്റെ കഥ എന്ന് പറയാം. ഗോസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഭയങ്കര ഇൻ്റലിജൻ്റ് ആണല്ലോ. അപ്പോൾ പുള്ളിക്ക് നമ്മളൊക്കെ 5 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം പുള്ളിക്ക് 1 മിനിറ്റ് മതി. കാര്യം അതൊക്കെ അതിൻ്റെ എളുപ്പപ്പടിയില്ല, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഗോസ് ഇങ്ങനെ ശല്യമായി കഴിഞ്ഞപ്പോൾ കാര്യം സാർ എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളി അത് 1 മിനിറ്റ് കൊണ്ട് ചെയ്യും. കാര്യം എന്താ, അതിന് വേറെ വഴികളുണ്ട്. സാറിനൊന്നും നമുക്കും അറിയത്തില്ല, നമ്മൾ ഇത് കാണാൻ പഠിച്ച് ഇങ്ങനെ വെച്ചിട്ട് ആരാ മതി. അപ്പം പുള്ളിക്ക് അന്ന് ഏതാണ്ട് ചീച്ചിനോട്ടൊക്കെ എഴുതണം, മക്കളന്മാരോടൊക്കെ പറഞ്ഞു അമ്മമാരെ ഏതാണ്ടൊക്കെ എഴുതി. ഈ എല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ് പുള്ളി തുടങ്ങി. അപ്പം ഗോസിന് ഇതൊക്കെ ഉണ്ട്, പുള്ളി ഇരുന്ന് വഴക്കുണ്ടാക്കി തുടങ്ങി, ബുള്ളിങ് ഉണ്ട് വേറെ. അങ്ങനെ ഗോസ് ശല്യമായപ്പം ഈ വല്ലാത്ത ബുദ്ധിമുട്ട്. 1 വരെ എഴുതി കൂട്ടിക്കൂ. അപ്പോൾ പുള്ളി അതും കൊണ്ടിരുന്നോളും. 1 വരെ എഴുതി കൂട്ടണമെങ്കിൽ കുറേ സമയം എടുക്കും. ഒരു 50 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പിന്നെ തുടങ്ങി പുള്ളി അവിടെ പുള്ളി മറ്റവനെ ചന്തിയെ ചൊള്ളുന്നു, മറ്റവൻ്റെ കുടുപ്പെ പിടിച്ച് വലിക്കുന്നു. നിന്നോടല്ലയോ പറഞ്ഞത് കൂട്ടാൻ പറഞ്ഞു. സാറേ അത് എപ്പോഴേ കൂട്ടി കഴിഞ്ഞു. അവിടെ നീ കൊണ്ടുവിടാ. നോക്കിയപ്പം ഗോസ് കൂട്ടിയിട്ടുണ്ട് 5050 5050. ഇതെങ്ങനെ കിട്ടിടാ? എൻ്റെ പൊന്നു സാറേ, ഇത് എഴുതി കൂട്ടണോ? അങ്ങനെ 1 ഒരു 100 വരെ സാറൊന്ന് എഴുതിക്കാട്ടെ. അതിൽ ഞാൻ മനസ്സിൽ കിട്ടും. 1 ആദ്യത്തെ 1, അവസാനത്തെ 100. 100 1 101. 2 ഇപ്പോഴത്തെ 99, 99 2 101, 3 98. സാറിന് പിടി കിട്ടിയില്ലേ? ഇനി ഞാൻ പറയണ്ടല്ലോ, സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയാൽ ഈ 2 സംഖ്യയുടെ 101 അഡീഷൻ. അങ്ങനെ 50 ജോഡി സംഖ്യ അല്ലേ ഉള്ളൂ. അപ്പോൾ 2 എണ്ണത്തിൻ്റെ 101. അപ്പോൾ 50 എണ്ണത്തിൻ്റെ 101 ഉണ്ട് 50. 5 5050. അതിന് സാറ് എഴുതി കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് സാറ് അത്. അപ്പോൾ സാറ് പറഞ്ഞു രൂപയുണ്ട്, എടാ മോനെ നീ മുടുക്കണമെന്നുള്ള. സാറ് പിന്നെ ഉപദ്രവിച്ച സാറ് മര്യാദയായി. അത് അങ്ങനെയാണ് ഗോസ് AP അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രി പ്രോഗ്രഷനും ഹാർമോണിക് പ്രോഗ്രഷനും അവിടെ നിന്ന് തുടങ്ങുന്നു. AP GP ആൻഡ് HP. ഇതാണ് എൻ്റെ കഥ. ഗോസിന്റെ ഇത് നടന്ന സംഭവമാണ്. ഫ്രെഡറിക് ഗോസ്. താങ്ക് യു സോ മച്ച്. ഇന്ന് ഫെഡറിക് ഗ്രോസിന്റെ കഥ കേട്ടല്ലോ. നാളെ അടുത്ത കഥയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ വിവരമുള്ള സാർ ഇത് പറഞ്ഞു, അല്ല കണക്ക് പഠിപ്പിച്ച് പോവല്ലേ. ഇത് പറഞ്ഞാൽ അതാണെന്ന് മനസ്സിലായി. അതാണ് ഗോസ്. അപ്പം